ആ എസ് പി ദീപകിനെയും എസ് പി ദീപകിന്റെ പാർട്ടിയും കൃത്യമായി തിരുവനന്തപുരത്തെ ജനങ്ങൾ അടയാളപ്പെടുത്തിയത് കൊണ്ടാണ് തിരുവനന്തപുരത്ത് ഈ പറയുന്ന നഗരസഭാ പരിധിക്കകത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത പാർട്ടിയായി തിരുവനന്തപുരത്ത് എസ് പി ദീപകിന്റെ പാർട്ടിയെ ജനങ്ങൾ ചെവിക്ക് പിടിച്ച് കളത്തിന് പുറത്തിരുത്തിയിരിക്കുന്നത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വേസ്റ്റ് മാനേജ്മെന്റ്. ആ വിഷയത്തിൽ എനിക്ക് കുറച്ച് ഡീപ്പായി പറയാനുണ്ട്. അതായത് വേസ്റ്റ് മാനേജ്മെന്റ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, 45 വർഷക്കാലം ഭരിച്ചൊരു പാർട്ടിയുടെ പ്രതിനിധിയാണല്ലോ, 45 വർഷക്കാലം ഇടതടവില്ലാതെ ഈ കോർപ്പറേഷൻ ഭരിച്ച പാർട്ടിയുടെ നേതാവാണല്ലോ ശ്രീ എസ് പി ദീപക്. അങ്ങനെയുള്ള എസ് പി ദീപകിന് ഉളുപ്പ് എന്ന് പറയുന്ന വാക്കിന്റെ ലേശം തൊട്ടുതലോടി പോയിട്ടുണ്ടെങ്കിൽ താങ്കൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പറയോ? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. 45 വർഷം ഭരിച്ചിട്ട് ഒരു പദ്ധതി ഈ വിളപ്പിശാല പൂട്ടിപ്പോയതിനു ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാലിന്യം, ഖരമാലിന്യം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് എസ് പി ദീപകൻ അറിയോ? അതല്ല ഉദ്ദേശം, ഞാൻ മാറി പിന്നെ ചൂടാണ്ട് എ സി ഒന്നും ഇല്ല. അത് ഈ ചോദ്യം തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കൗൺസിലിനകത്ത് ശ്രീമതി ആര്യ രാജേന്ദ്രൻ മേയർ ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രതിപക്ഷ പാർട്ടി ലീഡർ ചോദിച്ച സമയത്ത് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളുടെ മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രൻ പറഞ്ഞ മറുപടി തിരുവനന്തപുരത്തെ ഈ വേസ്റ്റ് എല്ലാം പന്നി തിന്നോളും എന്നാണ്. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന തോറ്റെന്ന് പറഞ്ഞ പോലെ നീ നിന്റെ തലയാണ് ഉദ്ദേശിച്ചത്. അത്തരത്തിൽ ഉത്തരവാദിത്വം ലെവലേശമില്ലാത്ത, ഒരു ദീർഘവീക്ഷണവും ഇല്ലാത്ത, ഒരു വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് ഒരു പദ്ധതി പോലും തീരുമാനിക്കാൻ കെൽപ്പില്ലാത്ത ഒരു നാണം കെട്ട പാർട്ടിയുടെ പ്രതിനിധിയായി 45 വർഷക്കാലം ഈ നഗരസഭയെ മുടിച്ച് കുളം തോണ്ടിയിട്ട് നിങ്ങൾ വന്നിരുന്ന് ഞങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ വന്നാൽ ആ ട്യൂഷൻ കേൾക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല എന്ന് തിരുവനന്തപുരത്തെ നഗരവാസികൾക്ക് അറിയാം. ശ്രീ എസ് പി ദീപക്, ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.